ഈ ക്യാമറ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ലേ? അതെ, ഞങ്ങൾ മുമ്പ് ചെയ്തുള്ള മൈക്രോ ഡിജിറ്റിന്റെ ഫ്രണ്ട് ആൻഡ് റിയർ ഡാഷ് ക്യാമറയാണിത്. അപ്പൊ ഈ ക്യാമറയ്ക്ക് ഒരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്കറിയാം, പാർക്കിങ്ങിലും റോഡ് സൈഡിലെല്ലാം നമ്മൾ വണ്ടി നിർത്തി പോകുമ്പോൾ നമുക്ക് അത് എപ്പോഴും നോക്കിയിരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതുപോലുള്ള ക്യാമറകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ക്യാമറയിൽ വരുന്ന ഫീച്ചേഴ്സ് പറഞ്ഞാല് മുന്നിലും പിന്നിലും ഹൈ ഡെഫിനേഷൻ റെക്കോർഡിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് പാർക്കിംഗ് മോഡ് ഓൺ ആക്കിയിടാം. ആ ഓൺ ആക്കിയിട്ട സമയത്ത് മൂവ്മെന്റ് ഡിറ്റക്ഷൻ, നമ്മളെ വണ്ടി ഇളക്കം എന്തെങ്കിലും വരികയാണെങ്കിൽ അതിൽ ഡിറ്റക്ഷൻ വരും. അത് നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ആ വീഡിയോ കാണാനും കഴിയും. പിന്നെ അതുപോലെ തന്നെ ജി സെൻസർ ഉണ്ട്, ഓട്ടോ സേവ് ആവും. ഓഫീസും വീടുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ വാഹനത്തിന് സെക്യൂരിറ്റി ക്യാമറ വേണമെന്നുള്ളത്. കാരണം നമുക്കറിയാം, ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങൾക്കും നമുക്ക് കിട്ടുന്ന വീഡിയോ എവിഡൻസ് കണ്ടിട്ടാണ് നമുക്ക് അതിനൊരു സൊല്യൂഷൻ ആക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ആയുള്ള കാര്യമാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ മൊബൈലിൽ ഈ ക്യാമറ കണക്ട് ചെയ്തിട്ട് നമുക്ക് പ്ലേ ബാക്കും പിന്നെ അതുപോലെ തന്നെ ലൈവ് എല്ലാം കാണാം. ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് അതിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അതിൽ എനബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. ഇതുപോലെ തന്നെ സെക്യൂരിറ്റി ആൻഡ് ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളും ബോഡ്ജി ഓട്ടോമേഷൻ ആയിട്ട് കോൺടാക്ട് ചെയ്യുക.